ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ചെകള എന്ന് പറഞ്ഞ പടത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എൻ്റെ ആദ്യ സിനിമ ഇവിടെ ഷിജിൻ പറഞ്ഞ പോലെ ലവ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഒരു സീരിയസ് അപ്രോച്ചാണ് ഈ സിനിമ. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം മലബാർ കലാപമാണ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ചെകള. ഈ സിനിമ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു സിനിമ അല്ല. നിങ്ങൾക്കറിയാം, ഒരു പീരീഡ് സബ്ജക്റ്റാണ്. 100 വർഷത്തെ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക് ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അതിനനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്തുക, അതിനനുയോജ്യമായിട്ടുള്ള താരങ്ങളെ കണ്ടെത്തുക. അങ്ങനെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ വലിയൊരു എഫേർട്ട് ഈ സിനിമയ്ക്ക് പുറകിലുണ്ട്. ഈ സിനിമ സംഭവിക്കാൻ, അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന പോലെ അത് പ്രേക്ഷകരിലേക്ക് എത്താൻ അതിന് നല്ലൊരു പ്രൊഡക്ഷൻ വേണം. നല്ലൊരു പ്രൊഡക്ഷൻ ആ സിനിമ ഏറ്റെടുക്കുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുക. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ഉദ്ദേശിച്ച പോലെ ഈ സിനിമ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ഈ കളരിക്കൽ ഫിലിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. കാരണം അതിൻ്റെ പുറകിൽ 3 പ്രൊഡ്യൂസേഴ്സാണ്. മനോജ് പണിക്കർ, സജിത്ത് പണിക്കർ, ജിതേഷ് പണിക്കർ. ഇവർ കസിൻസാണ്. അപ്പം നമ്മളൊരു ഈ സിനിമയെക്കുറിച്ച് ആദ്യ ചർച്ചയിൽ തന്നെ ഈ സിനിമയുടെ ഒരു ഗൗരവം, ഈ സിനിമ പറയുന്ന പ്രമേയം, ഇതെല്ലാം അവർ ഉൾക്കൊള്ളുകയും ഈ സബ്ജക്റ്റിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് അവർ ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ മലബാർ കലാപം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടെസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണെന്നുള്ളത് സാധാരണ നമ്മളെല്ലാവരും അത് എക്സ്പെക്റ്റ് ചെയ്യും, എന്തായിരിക്കും ആ ഒരു സിനിമയുടെ സ്വഭാവം എന്നുള്ളത്. പക്ഷേ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് മലബാർ കലാപവും അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളല്ല. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു ദരിദ്രനായിട്ടുള്ള യുവാവിൻ്റെ മാനസിക സംഘർഷങ്ങളും പ്രണയവും ഒക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതിൽ കുഞ്ഞാത്തു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറായിട്ട് മെറീന മൈക്കിൾ അഭിനയിച്ചിട്ടുള്ളത്. ചേക്കു എന്ന ടൈറ്റിൽ റോളിലും മുരളി റാമാണ്. അദ്ദേഹം പുതിയ ആളാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ സിനിമയ്ക്ക് പുറകിൽ ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നാടകരംഗത്തു നിന്നുള്ള സൗണ്ട് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടോ? ഈ സിനിമയിൽ ഒരുപാട് പുതിയ ആളുകളെ ഈ സിനിമയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാടകരംഗത്തു നിന്നുള്ള ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും നാടകരംഗത്തു നിന്നുള്ള ആളുകളാണ്. അതുപോലെ സന്തോഷ് കിഴാറ്റൂര്, സുനിൽ സുഗത, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, വിറ്റോ ഡേവിസ്, മുഹമ്മദ് പേരാമ്പ്ര, കണ്ണൻ പട്ടാമ്പി, അങ്ങനെ ഒരുപാട് നിങ്ങളറിയുന്ന, പ്രേക്ഷകർ അറിയുന്ന ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ചെറിയ വലിയ സിനിമയുടെ പ്രസ് മീറ്റിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സൺസിനും എൻ്റെയും എൻ്റെ സിനിമയുടെ അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെ അതിലും കൂടുതൽ ഈ സിനിമ റിലീസാവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് മനോജേട്ടൻ. അപ്പോൾ മനോജേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വോയിഡ് വളരെ വലുതാണ്. സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും കുറച്ച് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ആ സമയത്ത് അദ്ദേഹം ഉള്ള സമയത്ത് എന്താ പറയുക, ഒരു
ഒരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു നമ്മളെ കൊണ്ടു നടന്നതും കാര്യങ്ങൾ സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും സിനിമ റിലീസാവേണ്ട കാര്യങ്ങളെ പറ്റി അദ്ദേഹം സംസാരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഈ സിനിമ റിലീസാവാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണ് ഈ സിനിമയിൽ നിന്ന് ഇതുവരെയുള്ള എൻ്റെ പ്രൊഫൈൽ മറീന മൈക്കിളിന് വ്യത്യസ്തമായി ഈ സിനിമയിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇടയിലുള്ളൊരു വ്യക്തി തന്നെ എന്നെ വിളിച്ചു ചോദിച്ചു, നീ ഇന്ന് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ച് അതിൻ്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്തു പറ്റി? അപ്പം എടുത്ത് പറഞ്ഞു, അല്ല നിന്റെ ഫോട്ടോ വേറൊരാളെ പോലെ അഭിനയം പറഞ്ഞു. അതെ ഞാനാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ലുക്കിലൂടെ തന്നെയാണ് ഈ സിനിമ കുഞ്ഞാത്തുമായി എന്നിലേക്ക് എത്തിയത്. അപ്പം എൻ്റെ പ്രൊഫൈലിലേക്ക് എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാത്തു. ഒരു ഒസാൻ്റെ മകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളും ഇതിൽ അഭിനയിച്ച ആളുകൾ എല്ലാം നാടക രംഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ മുഹമ്മദ് പേരാമ്പ്ര എന്നൊക്കെ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ റോൾ ചെയ്ത ആൾക്കാരൊക്കെ ലെജൻസാണ്. ടു ബി വെരി ഫ്രാങ്ക്, ഒത്തിരി കാലങ്ങളായി നാടകത്തിൽ പരിശീലനമുള്ള ആളുകളാണ്. പിന്നെ അപ്പുണ്ണി ശശി, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ സുനിൽ സുഗത, അങ്ങനെ ഒത്തിരി പാർത്ഥസാരഥി, ഒരുപാട് വലിയ ആളുകളുടെ കൂടെ സത്യത്തിൽ എനിക്ക് സ്ക്രീൻ പങ്കിടാൻ പറ്റിയ ഒരു നമ്മൾ പറയില്ലേ പഠനം എന്ന് പറയില്ലേ, അത് ഞാൻ ഒരു തിയേറ്ററിൽ ആക്ടിങ് ക്ലാസ്സിൽ പോകുന്നതിന് പകരം ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാൻ കോഴ്സ് എടുത്ത പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ബിക്കോസ് മുഹമ്മദ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരുമായിരുന്നു നമുക്ക്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. അപ്പം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമ. ശ്രീദേവേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് കാണാൻ പറ്റില്ല. പിന്നെ ഈ മലബാർ ലഹള കലാഹമല്ല, അതെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ്, എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾ ചേക്കു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഹീറോ ആണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഞാനുള്ള കോമ്പിനേഷൻ സീൻസും പിന്നെ അപ്പുണ്ണി ചേട്ടനൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. അപ്പം കുഞ്ഞാത്തു എന്ന് പറഞ്ഞ ഒരാൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുഞ്ഞാത്തുവിനെ പോലെയുള്ള കുറേ കുഞ്ഞാത്തുകൾ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ചേക്കൂനെ പോലെയുള്ള കുറേ ആളുകൾ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അവകാശപ്പെടാൻ പറ്റും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്, നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നതിലും സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിലും. ആൻഡ് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണം. ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല, ഇനി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പ്രൊഡ്യൂസറിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മെറീന പറഞ്ഞു തുടങ്ങി വെച്ച കാര്യം തന്നെ പറയാം. കാരണം എൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു അനിയനായിട്ടുള്ള ജിതേഷ് പണിക്കരും ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ചത്. മനോജ് പണിക്കർ, ജിതേഷ് പണിക്കർ. മനോജ് പണിക്കർ ഞാൻ ഉണ്ണിവട്ടെന്നാണ് വിളിക്കാം, എൻ്റെ അനിയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിൽ ഞങ്ങളൊക്കെ കൂടെ നിന്നു. അദ്ദേഹം നമ്മൾ വിട്ടു പിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എന്താ പറയുക, ഈ സിനിമ വളരെ നല്ല രീതിയിൽ പോവും എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ തിയേറ്ററിൽ ഇറക്കുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലത്തെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഡയറക്ടർ ശ്രീദേവും അതുപോലെ തന്നെ മെറീനയും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ശ്രീദേവ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, കൂട്ടുകാരൻ, മുന്നേ അറിയുന്നതാണ്. ഇങ്ങനെ ഒരു സബ്ജക്റ്റായിട്ട് നമ്മളെടുത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ മലബാർ ലഹള എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് ചർച്ചകളും മറ്റതും നടക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് 100-ാം വാർഷികം ഒക്കെ ചിലർ ആചരിക്കാനും ആഘോഷിക്കാനും ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് തൊട്ട് മുന്നെയാണ് ഈ സിനിമയുടെ ചർച്ച നടക്കുന്നത്. കളരിക്കൽ ഫിലിംസിൻ്റെ ആദ്യത്തെ സിനിമ ശ്രദ്ധിക്കപ്പെടണം എന്ന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ തിരക്കഥ വായിക്കുകയും അതിൻ്റെ ഉള്ളിലുള്ള ഒരു മലബാർ ലഹള എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഡയറക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ലഹള എന്നുള്ളത് ഇതിനെക്കാട്ടും ഉപരിയായിട്ട് ആ കാലഘട്ടത്തിൽ ഒരു പ്രണയം നടന്നാൽ എങ്ങനെ ഉണ്ടാവും, ആ രീതിയിലുള്ള കഥയാണ് ഈ സിനിമ. ലഹള എന്നതിനുപരിയായിട്ട്, ലഹളനെ പറ്റി ചർച്ച ചെയ്യില്ല എന്നല്ല, ആ സമയത്തുള്ള
സമകാലീന സംഭവം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ പ്രധാനമായിട്ടും അന്നത്തെ ദാരിദ്ര്യം തുടങ്ങിയ വിഷയങ്ങളാണ്. വിശപ്പ് എന്ന് പറയുന്ന, പട്ടിണി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അന്നത്തെ കാലത്ത്. ഇന്നത്തെ ആളുകൾക്കോ തലമുറയ്ക്കോ ഒരു പക്ഷേ പട്ടിണി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറഞ്ഞാലോ ചിലപ്പോൾ അറിഞ്ഞിരിക്കാൻ ഇടയില്ല. വളരെ ചെറിയ വിഭാഗത്തിന് മാത്രമാണ് കുട്ടികളുടെ ഇടയിലൊക്കെ. പക്ഷേ അന്നത്തേതിൽ എനിക്ക് ഒരു 90% ആളുകളും അനുഭവിച്ചിരുന്ന ആ പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ ഒരു തുറന്ന രൂപം ഈ സിനിമയിൽ നമ്മുടെ സംവിധായകനും അതുപോലെ യഥാർത്ഥമായിട്ടുള്ള മുരളിയേട്ടനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിന് വളരെ നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. മെറീനും സൂചിപ്പിച്ച പോലെ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് നാടകം എന്നൊക്കെ പറയുന്നത്. ആ നാടകത്തിൽ നമ്മളൊക്കെ എത്രയോ കാലം മുന്നേ ചെറുപ്പത്തിൽ കണ്ട മുഹമ്മദ് പേരാമ്പ്ര പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ സന്തോഷ് കീഴാറ്റൂര്, പാർത്ഥസാരഥി, അപ്പുണ്ണി, ശശി, സുനിൽ ചേട്ടൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് നാടക പ്രവർത്തകർ ചേർന്നിട്ടുള്ളൊരു ഇതായിരുന്നു. അതിനൊക്കെ അടുത്തുനിന്ന് കാണാനും ഒക്കെ വളരെ ഒരു അവസരം കിട്ടി. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരും ഒന്നാണ് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സിനിമയാണെങ്കിൽ പ്രത്യേകിച്ചും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു സഹായം വേണം. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജഗള ക്രൂ അംഗങ്ങൾ, ആദ്യമായിട്ട് അകാലത്തിൽ അന്തരിച്ചുപോയ ഈ സിനിമയുടെ ചില അണിയറ പ്രവർത്തകരും അതേപോലെ തന്നെ ഈ സിനിമയുടെ നെടുന്തൂണായ നിർമ്മാതാക്കളിൽ ഒരാളുമായ മനോജേട്ടൻ, അതേപോലെ തന്നെ ആക്ടറായിട്ടുള്ള മണികണ്ഠൻ, അതേപോലെ തന്നെ വേറെ ഇവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ജഗള എന്ന ഈ മൂവി, അതിൻ്റെ കഥ കേട്ട് അത് അഭിനയിക്കാനല്ല ചേക്കു എന്ന കഥാപാത്രത്തെ എന്നെ ഏൽപ്പിച്ച പ്രൊഡ്യൂസർമാർക്ക്, ഡയറക്ടർ ശ്രീദേവ് സാറിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഈ ജഗള എന്ന വാക്ക് അത് കന്നഡയിലും അതേപോലെ തന്നെ ഹിന്ദിയിലൊക്കെ ലഹള എന്ന അർത്ഥത്തിലാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ധാരാളമായി കേട്ടുന്നൊരു വാക്കാണ് ജഗള. ഞാൻ ഈ വാക്ക് ആദ്യം, ലഹള എന്ന വാക്ക് ആദ്യം കേൾക്കുന്നത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അതായത് 80 കാലഘട്ടങ്ങളിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന പ്രായത്തിൽ അച്ഛൻ ഈ അടുത്തുള്ള വീട്ടിലെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് സംസാരിക്കുന്ന കേൾക്കാം. അദ്ദേഹം ചെറുപ്പത്തിൽ അനുഭവിച്ച ലഹളയുടെ ദുരനുഭവങ്ങളെക്കുറിച്ച്, അന്ന് ആ നാട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആകുലതകളെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി വ്യക്തമായി സംസാരിക്കുന്നത് കേട്ട എൻ്റെ ഉള്ളിൽ ചില ഇമാജിനേഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് ലഹള എന്നൊന്നും അറിയില്ലെങ്കിലും അന്ന് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നു. അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നീട് ഞാൻ പല ഘട്ടങ്ങളിലും കേട്ടു, ചായക്കടകളിലൊക്കെ ഇരുന്നിട്ട് മുതിർന്ന ആളുകൾ പറയുന്നേക്കാം, അവർക്ക് വിദ്യാഭ്യാസം കുറവായത് കൊണ്ടായിരിക്കാം ജഗള എന്നാണ്. അന്ന് നടന്നിരുന്ന ജഗള അതൊക്കെ എന്തായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് അതും മനസ്സിൽപ്പെട്ടു. അതാണ് ഇതിന് ജഗള എന്ന ടൈറ്റിൽ വരാൻ കാരണം. അപ്പോൾ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം എന്നൊക്കെ അറിയപ്പെടുന്ന ആ 21 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ ഉണ്ടായിരുന്ന ആ സംഭവവികാസങ്ങൾ എൻ്റെ മനസ്സിൽ ഉരിഞ്ഞുകൂടി. അതിൽ നിന്നാണ് ചേക്കു എന്ന കഥാപാത്രം വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എങ്ങനെ
ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാം. ഇതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് 21 കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണ് ചേപ്പ് എന്ന കഥാപാത്രം വരുന്നത്. അതിൽ കുഞ്ഞാത്ത് വന്നു, അതേപോലെ തന്നെ മുഹമ്മദ് വന്നു, പിന്നീട് പല കഥാപാത്രങ്ങൾ. ഇതിൽ സന്നിവേശിപ്പിക്കപ്പെട്ടുള്ള പല രംഗങ്ങളും പണ്ട് കാലത്ത് നമ്മുടെ നാട്ടുകളിൽ ഉണ്ടായിരുന്നതാണ്. പലർക്കും നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നത്. ആ കാലത്ത് അനുഭവിച്ചിരുന്ന ദാരിദ്ര്യം, അതേപോലെ തന്നെ പ്രണയം, ചേക്കുവിൻ്റെ നിരാശകൾ, അവൻ ഏത് ഭാഗത്ത് നിൽക്കണം, എന്താണ് തൻ്റെ അഭിപ്രായം, സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാത്ത ഒരാളായിട്ട് അദ്ദേഹം നിൽക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. എന്തു തന്നെയായാലും ഇത് ഈ ഒരു വിഭാഗത്തെയും ദോഷപ്പെടുത്തുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതോ സബ്ജക്റ്റ് അല്ല. പ്രണയവും ദാരിദ്ര്യവും അതേപോലെ തന്നെ മറ്റുള്ള ആകുലതകളുമാണ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ആകുലതകളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഇത്രയുമാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. ഞങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഏട്ടനായ മനോജ് പണിക്കർ ഇങ്ങനൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചത്. കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ സിനിമ ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു, പല പല കഥകളും കേട്ടിരുന്നു. അപ്പം ആ സമയത്ത് ശ്രീദേവ് ഒരു കഥയായിട്ട് വരികയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ പ്രത്യേകം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, പണ്ട് അച്ഛനൊക്കെ പറയായിരുന്നു പട്ടിണി, ദാരിദ്ര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല സംഭവങ്ങളെ കുറിച്ചിട്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അന്ന് അരി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നും, അന്ന് നമ്മുടെ കൊള്ളി പുഴുങ്ങിയതും ആണ് കഴിക്കുക, അരി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് കൊച്ചിയിൽ നിന്ന് എന്തോ മലബാറിലേക്കോ അല്ലെ അങ്ങനെയൊക്കെ അരി കിട്ടാൻ പ്രയാസമുള്ള കാലഘട്ടം, അതിനെക്കുറിച്ചുള്ള കുറേ കഥകൾ അച്ഛൻ പറഞ്ഞ് അന്ന് എൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പം ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അന്ന് പറഞ്ഞ കഥകളായിരുന്നു, അച്ഛൻ പറഞ്ഞ കഥകളായിരുന്നു. പിന്നീട് ഞങ്ങളത് ആ സബ്ജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് നമ്മൾ ചെറിയൊരു ബജറ്റിൽ തുടങ്ങാമെന്ന് വിചാരിച്ച കാര്യമായിരുന്നു ഈ സിനിമ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും വളരെയധികം ചിലവ് ചെയ്യേണ്ടി വന്നു. കൂടുതൽ നമ്മുടെ ആർട്ട് വർക്കിനാണ് ചിലവ് വന്നത് അല്ലേ. പ്രധാനമായിട്ട് നമ്മുടെ അന്നത്തെ പഴയ കാലഘട്ടം, പഴയ കവല, അതുപോലെ അങ്ങാടി, അതുപോലെ തന്നെയുള്ള പഴയ ഒരു വീട്, ആ വീടിനെ നമ്മൾ പല രീതിയിൽ മാറ്റിയെടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വേണ്ടി ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടതായിട്ടുള്ള എന്താണോ അതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് അത് സാധിച്ചു. അത് സുനിൽ ലാവണ്യാണ് നമ്മുടെ ആർട്ട് ഡയറക്ടറായിരുന്നത്. അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്തായാലും നമ്മൾ ഈ വരുന്ന ജൂലൈ 18 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും സഹകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരു സിനിമ വിജയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന മീഡിയാസാണ്. നിങ്ങളുടെയൊക്കെ മുന്നിൽ സന്തോഷപൂർവ്വം ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങളുടെ പടത്തെ പൂർണ്ണമായും പ്രൊമോട്ട് ചെയ്യണം. ഈ പടത്തിൽ വാര്യന്തൊടി ഖദീജ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. എന്നുവെച്ചാൽ മാപ്പിള ലഹളക്കാലത്ത് പട്ടിണി പരിവട്ടം സ്വാഭാവികമായിട്ടുണ്ട്. ഈ കുടുംബം അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ടീമാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു കച്ചവടക്കാരനാണ്. ഈ മൂല്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. അന്ന് ഈ വീട്ടിൽ നിന്നായിരുന്നു മൂല്യന്മാർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുക. ആ ഉണക്കമീൻ ഈ വീട്ടിലേ ഉള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഉണക്കമീൻ കച്ചവടത്തിന് കോഴിക്കോട് പോയി വരുന്നു, ഉണക്കമീൻ കൊട്ടി ഈ മൂല്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രധാന സംഭവമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ചേക്കു വരുന്നു, ഓരോ ദിവസത്തെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളെപ്പറ്റി ഈ ഉമ്മയോട് ചർച്ച ചെയ്യുന്നതും, ഇതിൻ്റെ ഇടയ്ക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ലഹളകളെ അല്ലെങ്കിൽ സംഘർഷങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ നമ്മുടെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. മനോഹരമായൊരു പ്രണയവും ഇതിൻ്റെ ഉള്ളിലൂടെ പറയുന്നുണ്ട്. നല്ലൊരു ദൃശ്യഭംഗിയുള്ള നല്ലൊരു സിനിമയായിരിക്കും. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു.
പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാണ്, മൂവിയിലെ പാട്ട് റിലീസായിട്ടുണ്ട്. പലരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മനോരമ മ്യൂസിക്കാണ് സോങ് റിലീസ് ചെയ്തിട്ടുള്ളത്. പാട്ടിന് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിത്താര ആണത് പാടിയിട്ടുള്ളത്. മിഥുൻ മലയാളം എന്ന പുതിയൊരു മ്യൂസിക് ഡയറക്ടർ ഈ സിനിമയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ വരികൾ എഴുതിയിട്ടുള്ള OM കരുവാരൊക്കെ. സിത്താര ആലപിച്ചിട്ടുള്ള പാട്ട് ഇതിനോടൊപ്പം എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല ഒപ്പീനിയനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് തുടങ്ങാം. നമസ്കാരം. എന്തായാലും മാപ്പിള ലഹള എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഹൈന്ദവരും ഒരു മുസ്ലിം വിഭാഗവും തമ്മിലുള്ള ലഹള തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇവര് ഈ ആരെയും വേദനപ്പെടുത്താതെ ഈ സിനിമ എങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. അല്ല, ഇതങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത സിനിമ അല്ലത്. ഈ സിനിമ ആ കാലഘട്ടത്തിൽ നടന്ന, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ ആ കാലഘട്ടത്തിൽ നടന്ന, ഇപ്പം നമ്മളാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മളിവിടെ ഒരു യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഇഷ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ ഒരു മാനസിക സംഘർഷങ്ങൾ ആരും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അങ്ങനത്തെ ഒരു ദരിദ്രനായ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്തൊരാൾ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ജീവിക്കാൻ എന്ത് ചെയ്യണം? ആ ലഹളയിൽ ചേരണോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണോ? എങ്ങനെ നിന്നാൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ആത്മസംഘർഷം ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ആ ആത്മസംഘർഷവും അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു പ്രണയമാണ് ഈ സിനിമ പറയുന്നത്. പിന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിന്ദു മുസ്ലിം സംഘർഷമില്ലാതെ ഈ സിനിമ എങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരു സംഘർഷത്തിൻ്റെ ഒരു ആംഗിളിലല്ല. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വെടി, ഇടി, പുക ഈ സാധനങ്ങൾ ഇല്ല ഈ സിനിമയിൽ. ഒരു ബ്ലഡ് പോലും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു പട്ടാളക്കാരുടെ ബൂട്ടിൻ്റെ ശബ്ദമോ വെടിവെച്ചോ ഈ സിനിമയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പം അതില്ലാതെ തന്നെ ഈ മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലെ ഒരു മനോഹരമായ സിനിമ എങ്ങനെ പറയാമെന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ലഹള നടക്കുന്നുണ്ട്. ആ ലഹള ഒരു പുഴയ്ക്ക് അക്കരയും ഇക്കരയായിട്ട് നടക്കുന്നു. അതിൻ്റെ അവസാന സമയത്തേക്ക് ഏത് സമയവും ഒരു നമ്മളിലേക്ക് ലഹള കടന്നു വരുമോ അല്ലെങ്കിൽ ഒരു സംഘർഷം കടന്നു വരുമോ? അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഭീതിയോട് കൂടിയിട്ട് ഒരു മനുഷ്യന് ജീവിക്കേണ്ടി വരിക. നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരുമോ എന്ന് പറയുന്നൊരു ഭയത്തോടു കൂടി ജീവിക്കുന്ന ഒരു നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആളുകളുള്ള ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ലഹള ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലഹള എവിടെയോ നടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് വരാം എന്നാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് അല്ല ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുന്ന സിനിമകളാണ് മലബാർ കലാപത്തിനെ ബേസ് ചെയ്തിട്ട് വന്ന സിനിമകൾ. മാപ്പിള ലഹള എന്ന് പറയുന്ന അത് അങ്ങനെ തന്നെ കൊടുക്കാതെ ജഗള എന്ന പേര് കൊടുത്തതിന്റെ കാരണം ഇപ്പം റീസെന്റ് സുരേഷ് ഗോപിയുടെ JSK അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണോ? ഒരിക്കലുമില്ല. ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഇത്തരം ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെതായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന പോലെ ഓരോ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടോ ഒരു ധാരണയും അല്ലെങ്കിൽ അത് അത്ര ബോധേടല്ലായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴും അല്ല. കാരണം ഈ സിനിമ ഒറ്റ സ്ക്രീനിൽ തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്ന സിനിമയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു വലിയൊരു സബ്ജക്റ്റ് ഒരു കട്ടിങ് പോലും ഇല്ലാതെ, ഒരൊറ്റ കട്ടിങ് പോലും ഇല്ലാതെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അടിച്ചെന്നൊരു സിനിമയാണ് ജഗള എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, അലി അക്ബറിൻ്റെ മൂവി അല്ലെങ്കിൽ വേറെ കുറേ സിനിമകൾ അനൗൺസ് ചെയ്തായിരുന്നു. അത്തരം സിനിമകളിൽ നിന്ന് മാറിയിട്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണത്. അല്ലാതെ ഈ പറയുന്ന ഈ വിവാദങ്ങളൊന്നും അതിനെ മാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല ഈ ടൈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഈ കൊമേഴ്ഷ്യൽ കാലഘട്ടമാണല്ലോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫേസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഒരു സിനിമകളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഈ ഒരു പീരീഡിൽ ഇങ്ങനെ ഒരു പീരിയോഡിക് സിനിമയുടെ പ്രാധാന്യം എന്താണ്? പീരിയോഡിക് സിനിമയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, എൻ്റെ കഴിഞ്ഞ സിനിമ വളരെ കൊമേഴ്ഷ്യലി ഒരു സിനിമയായിരുന്നു.
കണ്ടവർക്ക് അറിയാം സിനിമ റിസ്ക് അല്ലേ? കാരണം ഇപ്പൊ കൂടുതൽ ആളുകൾ കൂടുതൽ തിയേറ്റർ സ്ക്രീനിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ചിത്രങ്ങൾ. അതെ, അല്ല ഞാൻ എന്നിലെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഈ സിനിമ ഞാൻ ചെയ്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. മനോജന്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ ഇത്തരം സിനിമകൾ, കാരണം കഴിഞ്ഞ സിനിമേനേക്കാൾ വ്യത്യസ്തമായൊരു സിനിമ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ. ഒരേ ജോണറിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തൊരു ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത സിനിമയും ചിലപ്പോൾ ഇത്തരം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡുകളൊക്കെ അനുസരിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഇത്തരം ഒരു സബ്ജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രൊഡക്ഷൻ അത് ഉൾക്കൊള്ളുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റും. കാരണം ഇത്തരം സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ലേ. ഒരു പീരീഡിക്കലി അല്ലെങ്കിൽ അത്തരം ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും ചിലപ്പോൾ അത് സാഹചര്യം പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ചിലപ്പോൾ അത് തയ്യാറായിക്കൊള്ളുന്നില്ല. ഓക്കെ, അത്തരത്തിലൊരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ആക്ച്വലി ലൊക്കേഷൻസ് ആണെങ്കിലും കണ്ടുപിടിക്കാണ്, പിന്നെ അതുപോലെ ഇതിൽ ഉപയോഗിച്ച ഭാഷ ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമുക്ക് ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പീരീഡ് സബ്ജക്റ്റുകളൊക്കെ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് വളരെ കോടികൾ ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ? ഒരുപാട് ബഡ്ജറ്റ്, കാരണം അത്രയും CG അത്തരം ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ കാലഘട്ടം ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സെറ്റുകൾ ഇട്ടിട്ടാണ് സിനിമകൾ ചെയ്യുക. ഇതങ്ങനെയല്ല, ഇത് താരതമ്യേന വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ ഒരു 100 വർഷത്തെ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വളരെ ചലഞ്ചിങ് തന്നെയാണ്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഥ നടക്കുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു മലബാർ വള്ളുവനാട് ഏരിയ എന്ന് പറയുന്ന അവിടെ തന്നെയായിരുന്നു ഞാൻ അവിടെയാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ലൊക്കേഷൻസൊക്കെ എനിക്ക് ഏറെക്കുറെ അറിയായിരുന്നു. അപ്പോൾ അത് കണ്ടെത്താനൊക്കെ ഒരുപാട് സമയമെടുത്തിട്ടാണ്, പെട്ടെന്ന് നമ്മളൊരു സിനിമയിലേക്ക് എത്തിയല്ല. ഈ സിനിമയുടെ തിരക്കഥ അല്ലെങ്കിൽ അതിൽ പൂർത്തിയാക്കുന്നതോട് ഒപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എവിടെയൊക്കെ ഈ സിനിമ ചിത്രീകരിക്കാൻ പറ്റും, എവിടെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയോട് കൂടി തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചത്. പിന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താ വെച്ചെങ്കിൽ ഒരു ഇലക്ട്രിക് കമ്പി പോലും ഇല്ലാത്ത ഒരു ഫ്രെയിമുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ലാത്ത ആ പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ഫ്രെയിം വെക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതൊട്ടും CG ഇല്ലാതെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. വളരെ നമ്മളൊരു സാധാരണ നോർമൽ സിനിമയ്ക്ക് എറേസ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും CGയുടെ, അതിൻ്റെ പോലും പകുതി പോലും വന്നിട്ടില്ല ഇതിൻ്റെ CG വർക്കിന് ഈ സിനിമയ്ക്ക്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ അത് അറിയാൻ പറ്റും. അതാണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ നിങ്ങളെല്ലാവരും കാണുമെന്ന് പറയുന്നത്. കാരണം ഇത് അധികം CG ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രെയിമുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അത്തരം ലൊക്കേഷൻസ് കണ്ടെത്തിയിട്ടാണ് ഈ സിനിമയെ വളരെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കുറച്ച് സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചില കവലകൾ മാത്രം റീക്രിയേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ലൊക്കേഷൻസ് കണ്ടെത്തിയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് സിനിമ നിങ്ങൾ പാട്ട് കണ്ടപ്പോൾ തന്നെ അറിയാലോ. സിനിമയുടെ പാട്ട് കണ്ടാൽ അതിലറിയാം, അതിലെ ലൊക്കേഷൻസ് കണ്ടില്ലേ, അതൊന്നും സെറ്റ് വർക്കല്ല. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അത്ര സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചലഞ്ചിങ്. ഓക്കെ, ഒക്കെ മോഡേൺ ആയിട്ടുള്ള ഈ ഇതിനെ എങ്ങനെ ഒരു ക്യാരക്ടറായി മാറിയത്? അതൊരു ചോദ്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ലുക്കിൽ, പ്രത്യേകിച്ച് ചുരുളമുടി ഇങ്ങനെ അഴിച്ചിട്ടുള്ള ലുക്കിലാണ് മിക്ക സിനിമകളിലും ഞാൻ വരുന്നത്. അപ്പം ഇതിൽ തന്നെ കുഞ്ഞാത്തു എന്ന് പറയുന്ന ക്യാരക്ടർ അറിയാലോ, ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരു അവസാൻ്റെ മോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടെ ആകുമ്പം മേക്ക് ഓവർ അത്യാവശ്യമായിരുന്നു. ആ രീതിയിലുള്ളൊരു കറക്റ്റ് പിക്ചർ എനിക്ക് ശ്രീദേവേട്ടൻ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെയാണ്, തട്ടമുണ്ട്, അപ്പോൾ ഈ മുടി ഹൈഡായിട്ടായിരിക്കും, പിന്നെ നീളമുള്ള മുടിയാണ്, അല്ല എപ്പോഴും പിന്നിയിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നൊരു ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമയിലാണെങ്കിലും നമ്മളുടെ ഒരു മാനറിസവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസാരം പോലും അല്ലേ, ഒരു എന്താ പറയുക, മലബാറിലുള്ള മുസ്ലിം ഓന് ഒരു എന്നൊക്കെ പറയുന്ന സാധനം. ഒന്നാമത് ഞാൻ കോഴിക്കോട് നിന്ന് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ പഴയ രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പം അതിനൊക്കെ ഇവർ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഡയലോഗാണെന്നുണ്ടെങ്കിലും ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടൊരു പാറ്റേൺ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അടങ്ങി ഒതുങ്ങി ഈ സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഞാനെപ്പോഴും ഭയങ്കര എന്താ പറയുക, ഓടിച്ചാടി തുള്ളി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ചാലഞ്ച് എന്ന് ഞാൻ പറയില്ല, ഞാൻ ഇഷ്ടത്തോടു കൂടെ ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനതിൻ്റെ
കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റിലും ഇത്രയും ആത്മാർത്ഥമായിട്ടും സംസാരിക്കുന്നത്. ഹലോ, ആ ഒരു കഥാപാത്രം എത്രത്തോളം അക്സെപ്റ്റ് ഹലോ, ആ ഒരു കഥാപാത്രം എന്ത് തോന്നി, എങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ അത് ചെയ്യാമെന്ന് അല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന്റെ കാരണം? ഈ സിനിമ എന്നിലേക്ക് വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ത്രൂ ആണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പഴയ പീരിയോഡിക് സിനിമ പോലത്തെ ഒരു സിനിമയാണ്, അപ്പം സംസാരിക്കാൻ പറഞ്ഞു ഡയറക്ടറായിട്ട്. ഇപ്പം ചേട്ടനായിട്ട് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്തും എനിക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഞാനല്ലാതെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഭയങ്കര, നമ്മൾ ഈ പരകായ പ്രവേശമൊക്കെ പോലത്തെ സാധനമല്ലേ ഇത്, നമ്മളല്ലാത്തൊരാളായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കുക. അപ്പം അതിൽ നിന്ന് ഒതുങ്ങി ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആദ്യത്തെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ ഐ വാസ് ഇൻ. പിന്നീട് നമ്മൾ ക്യാരക്ടർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു എന്താ പറയുക സ്വഭാവം എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ചേക്കു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്, പിന്നെ ശശി അപ്പുണ്ണിയായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യത്തെ ഈ ക്യാരക്ടർ ഇങ്ങനെ, അല്ലെങ്കിൽ കഥാപാത്രം കുഞ്ഞാത്തുവാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഐ വാസ് 100% ഇൻടു ഇറ്റ്. പിന്നെ പ്രൊഡക്ഷനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നല്ല ആളുകളാണ്. മനോജേട്ടനാണെങ്കിലും ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്ഷനും കൂടെ ആയതുകൊണ്ട് വളരെ സമാധാനത്തിലും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്ത സിനിമയാണ്. പിന്നെ ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിലും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരാൾ, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഷെജിൻ ചേട്ടൻ പറഞ്ഞു, കപൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ ബോളിവുഡിലുള്ള ഒരാളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്ന് പറയില്ല. അപ്പോൾ അതുപോലെ അമീർ ഖാൻ നമ്മൾ പറയും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയില്ല, അതുപോലെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് ആള്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുക കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്നത് കൃത്യമായിട്ട് നമ്മൾ തന്നെ എത്ര ടേക്ക് പോയാലും ആൾക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ അത് എടുത്തിട്ട് ആൾ ക്യാപ്ചർ ചെയ്തിരിക്കണം. അത് നിങ്ങൾ വിഷ്വലി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വിഷ്വലി ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ചെറിയ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ചെറിയ ഇതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വലിയ രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമയാണ്. സോ യാ, അപ്പം എന്നെ സംബന്ധിച്ച് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴേ ഐ വാസ് ഹാപ്പി. മെറീന ഇപ്പൊ കൂടുതൽ ഇറങ്ങി റിലീസായിരിക്കുകയാണ്, പക്ഷെ കൂടുതൽ നല്ലൊരു സിനിമയായിരുന്നു, നല്ല പാട്ടുകളും നല്ല ഇരുന്നൂറ് സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ വലിയൊരു പുഷ് കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നല്ല ചിത്രങ്ങൾക്ക് പോലും വേണ്ട രീതിയിൽ പുഷ് കിട്ടുന്നില്ലല്ലോ എന്നെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എത്ര നല്ല സിനിമ, എത്ര നല്ല കണ്ടന്റ് ഡെലിവർ ചെയ്താലും ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കൂടുതലൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അത് ബിപിനാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ മാസം നേരിട്ട് കണ്ടിതാക്കിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഒത്തിരി പ്രൊമോഷൻസും വീഡിയോസും ഒക്കെ ചെയ്തു. കണ്ടന്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ആ സിനിമ കാണണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ റിലീസായി കുറച്ച് ദിവസങ്ങളായി. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ബിപിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് അവസ്ഥ, എന്താണ് ബ്രോ അവസ്ഥ? അപ്പം പറഞ്ഞു അവൻ ഹാപ്പിയാണ്, പ്രൊഡ്യൂസർ ആണെങ്കിലും ജിതനാരനാണെങ്കിലും ഹാപ്പിയാണ്, ആളുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആക്സെപ്റ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ OTT പ്ലാറ്റ്ഫോംസിൽ വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ആളുകൾ അത് കുറച്ചുകൂടെ സ്വീകാര്യതയോടെ അത് എടുക്കും. എന്നാലും ഹൗസ്ഫുള്ളാണ്, ഇന്നലെയൊക്കെ ഷോ ഹൗസ്ഫുള്ളാണ്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഈ സിനിമയും കൂടെ റിലീസാവുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. ക്യാരക്ടർ ചൂസിങ്ങിന് ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനിയുള്ള സിനിമയിലെ കഥാപാത്രങ്ങൾ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്? ഇല്ല, കാരണം എന്താ വെച്ചാൽ എന്നിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. ഉള്ളതിൽ നിന്നാണ് ഞാൻ പെറുക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, പിക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ഓപ്ഷൻസ് നമുക്ക് വേണമല്ലോ. അപ്പം വളരെ കുറച്ച് സിനിമകളെ എന്നിലേക്ക് വരുന്നുള്ളൂ, വളരെ കുറച്ച് കഥാപാത്രങ്ങളെ വരുന്നുള്ളൂ. പക്ഷെ വരുന്നതിൽ വൃത്തിയുള്ളതും, അതായത് കണ്ടന്റ് വൈസ് ആണെങ്കിലും നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടുന്നത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കൂടുതലൊക്കെ എനിക്ക് തോന്നുന്നു 2 ക്യാരക്ടേഴ്സിന് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ താങ്കൾക്ക് താല്പര്യമുള്ളത് നമുക്ക് ചെയ്യാം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമ, നമ്മുടെ ഈ സിനിമയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഇന്ന ഇതിലേക്കാണ് നിങ്ങളെ പ്ലേസ് ചെയ്യുന്നതെന്നും മൊത്തത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഓപ്ഷൻസ് കുറവാണ്, വരുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച് ചെയ്യുന്നുണ്ട്. മെറീന ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും? ഇല്ല, നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയാം, അതായത് സെൻസർ ബോർഡ് നടക്കുന്ന ഇഷ്യൂസ്, അതായത് ഒരു പേരിന്റെ പേരിൽ
ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കാതെ സംഭവം അതിന്റെ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ കഷ്ടപ്പാടല്ല, ഒരു കൂട്ടായ്മയുടെ കഷ്ടപ്പാടാണ്. അല്ലേ? അതെ. അല്ല, ഞാൻ പേരിന്റെ പേരിൽ ബ്ലോക്ക് ചെയ്തോ? ഞാൻ അതായത് ജാനകി എന്ന പേര് അറിഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ കൂടുതൽ പ്രൊമോഷനിൽ ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷനിലാണ്. അങ്ങനെ ചെയ്തോ? അതായത് ജാനകി എന്ന പേര് കട്ട് ചെയ്യണം അല്ലെങ്കിൽ മാറ്റണം, എന്നാലേ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ള, അതായത് ശ്രീദേവിയുടെ പേരാണ് ആയതിനാൽ ആ പേര് മാറ്റണം എന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്തു. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു പേരിന്റെ പേരിൽ, ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ? പേരിന്റെ പേരിലും കഥാപാത്രത്തിന്റെ പേരിലും, അതായത് കഥാപാത്രത്തിന്റെ പേരിന്റെ പേര്, അതായത് ഇപ്പൊ മെറീനയ്ക്ക് ഒരു മേരി എന്നൊരു പേര് ഇടുവാണെങ്കിൽ മേരി എന്നുള്ള പേര് ഇടാൻ പാടില്ല. അതാ ബ്ലോക്ക് ചെയ്തവരോടല്ലേ ചോദിക്കേണ്ടത്? അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പോലും നമുക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിനിമയെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബ്ലോക്ക് ചെയ്ത ആളുകൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് സമരം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ നേരത്തെ സെൻസറിങ് പൂർത്തിയായിട്ടുള്ള സിനിമയായിരുന്നു. സ്റ്റേറ്റ് അവാർഡിനോ ദേശീയ അവാർഡിനോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ട്രൈ ചെയ്യലോ. നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനിമ മേക്ക് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനൊക്കെ കൊടുക്കാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു IFFKയിലും സ്ക്രീനിങ് ലഭിക്കാതെ പോയ ഒരു സിനിമയാണ്. മാനസികമായിട്ട് നമുക്കതിൽ വിഷമമുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് അവാർഡിനും മനോഹരമായിട്ട് താഴെപ്പെട്ട സിനിമയാണ്. IFFKയിലും താഴെപ്പെട്ട സിനിമയാണ്. ചോദിച്ചപ്പോൾ അത് പറയാണ്. അതുപോലെ തന്നെ നാഷണൽ അവാർഡിനും താഴെപ്പെട്ട സിനിമയാണ്. മനോരമയിലും താഴെപ്പെട്ട സിനിമയാണ്. പക്ഷേ പുറത്ത് ഉള്ള ചില ഫെസ്റ്റിവലിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അവിടെ ചിലപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം, ഇവിടെയുള്ള രാഷ്ട്രീയമായിട്ട് സിനിമകളെ വേർതിരിച്ച് കാണുന്നത്. പുറത്തുള്ള കൺട്രീസിൽ പിന്നെ അതില്ലല്ലോ, അവർക്ക് രാഷ്ട്രീയമല്ലല്ലോ, അവർ സിനിമയെ വിലയിരുത്തിയിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നു. ഏത് സ്ഥലത്ത്? സ്വാഭാവികമായിട്ടും കൊടുത്തിരുന്നു. പടം ജൂറി കാണുകയൊക്കെ ചെയ്തു. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ പറയാൻ പറ്റും. അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പോൾ ജൂറി അംഗങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെ അവർ സിനിമകളെ വിലയിരുത്തുന്നത് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കാം, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ജൂറിയിലിരിക്കുകയാണെങ്കിലും എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ, ഞാൻ ഓരോ സിനിമകൾ നോക്കി കാണുമ്പോൾ. അങ്ങനെ അതിനും കാണുന്നുള്ളൂ. എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കില്ല. പക്ഷെ ഭൂരിപക്ഷമാണല്ലോ ജൂറി ഭൂരിപക്ഷം വെച്ചിട്ടാണല്ലോ സിനിമകൾ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ അല്ല, മിക്ക സിനിമകളിപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തിന് ഭയങ്കരമായിട്ട് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഈ സിനിമ ചെയ്തു. വാര്യംകുന്നൻ എന്നുള്ള സിനിമയൊക്കെ ഇപ്പോഴും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഈ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിനോട് വെല്ലുവിളികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പല സ്ഥലത്തും തഴയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിൽ പറയാവുന്ന നമ്മുടെ കണ്ടന്റുകൾ പറയാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സംവിധായകൻ എന്ന നിലയിൽ? അങ്ങനെയില്ല. പറയാൻ വിചാരിച്ച സാധനങ്ങൾ നന്നായി വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിക്ക് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സിനിമകൾ സംഭവിക്കാത്ത എന്താണെന്ന് അറിയില്ല. ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സിനിമ സംഭവിക്കും എന്നുള്ളതാണ്. അത് നമ്മളുടെ കോൺഫിഡൻസ് ആണ്, ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനൊപ്പം നിൽക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ആ സിനിമ സംഭവിക്കും. ഈ സിനിമയും അങ്ങനെ സംഭവിച്ചതാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധേഡായിട്ടില്ല. ഇനി അത് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ IFFKയിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലും ഒക്കെ
ഈ സിനിമ തഴയപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു പരാതിയായിട്ട് പറയല്ല, നമ്മൾ ഇന്നേവരെ അത് മീഡിയയിലോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പരാതിയില്ല അതിൽ. കഴിഞ്ഞ ദിവസം പത്മകുമാർ എന്ന സംവിധായകനോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഏത് സംവിധായകൻ? പത്മകുമാർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് നമുക്കിവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ ഒരു ഗുണവുമില്ല. ഇപ്പോൾ മമ്മൂട്ടി എന്നൊരാൾക്ക് ഒരു പത്മശ്രീ കിട്ടുക എന്നുള്ളത് മമ്മൂട്ടിയുടെ ഒരു അല്ലെങ്കിൽ ദേശീയ അവാർഡിന് വേണ്ടിയിട്ടൊരു പണം അയച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അയച്ചിട്ട് അത് മമ്മൂട്ടി അയച്ചതാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അങ്ങോട്ട് എത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ വരെ കേട്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. അത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ സിനിമ ചെയ്യുമ്പോഴാണോ ചോദിക്കുന്നത്? സിനിമ ചെയ്താലും ഏത് അങ്ങനെയുള്ള മറ്റുള്ള സംവിധായകൻ എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ വല്ല സിനിമ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മയുടെ ഒരു പ്രവണത ഏറി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നമുക്കത് സമ്മതിച്ചു തരാൻ പറ്റൂ എന്നുള്ള നിലപാട് എനിക്കില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാനകി എന്ന പേരിന്റെ പുറത്ത് 2 സിനിമകളാണ് തടയപ്പെട്ടത്. ഒന്ന് പത്മകുമാറിന്റെ സിനിമ, ഒന്ന് JSK. അങ്ങനെ പേര് കൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ സിനിമയിലുണ്ട്, ഉടലെടുക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഞങ്ങൾ ഈ ജഗള എന്ന് പറഞ്ഞ സിനിമ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട പേര് ഇടണ്ടെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന പോലെ മറ്റ് സിനിമകൾക്ക് ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമ തടയപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അതിന് അതിന്റെ അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നതോട് വിയോജിപ്പ് തന്നെയാണ്. അതാണ് ആദ്യം ചോദിച്ചത്. ലഹള എന്നുള്ള പേര് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നമാണോ ജഗളായിട്ടാണ് ഉണ്ടായിരുന്നത്? അല്ല, ലഹള എന്നുള്ള പേര് ചോദിച്ചോണ്ട് പറയാം. ലഹള എന്നുള്ള പേര് ഇടാൻ പേടിച്ചിട്ട് ലഹള എന്നിട്ടതല്ല, ഇടാതിരുന്നതല്ല. ജഗള എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ കൊളോക്കൽ ലാംഗ്വേജ് ആണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ അതിന്റെ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ലഹള, അല്ല ലഹള ഇടാൻ പേടിച്ചിട്ടല്ല, പേടി കൊണ്ട് ജഗള എന്ന് മാറ്റിയതല്ല. പ്രൊഡ്യൂസറോടാണ് മലബാർ കലാപം, അതാണല്ലോ നിങ്ങളുടെ സിനിമയുടെ, അത് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ മലബാർ കലാപത്തിൽ ഏറ്റവും മുൻപിൽ ഇരുന്നൊരു പേരാണ് വാരികുന്നത്ത് കുഞ്ഞമ്മദ് ഖാൻ. ആ ഒരു പേര് വെച്ചിട്ട് ഇവിടെ ആഷിഖ് കപൂർ പൃഥ്വിരാജിനെ വെച്ചൊരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആ വഴിക്ക് പോയി. അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ ഈ വാരികുന്നത്തിന്റെ എന്തെങ്കിലും ഒരു കഥ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിനിമയെ ബാധിക്കുമെന്നുള്ളൊരു പേടി അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഈ ലഹളയുടെ ഈ കാര്യം പറയുമ്പോൾ എന്തായാലും ആ കഥയിൽ എന്തെങ്കിലും ഒരു സാധനം മെൻഷൻ ചെയ്തേ പോകേണ്ടി വരും സ്വാഭാവികമായിട്ട്. നമുക്ക് പടം കണ്ടിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും? ഞാനാണോ പറയേണ്ടത്? പ്രൊഡ്യൂസർ ആരെയും പറഞ്ഞത്? അല്ല, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഈ ജഗള ലഹള എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്. പിന്നെ അന്നത്തെ ഈ പശ്ചാത്തലത്തിലൊരു കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാരിയകുന്നത്ത് അഹമ്മദ് ഹാജി തീർച്ചയായിട്ടും ആ സിനിമയിലുണ്ടാവും. അത് ചിലപ്പോൾ ഇതിൽ കഥാപാത്രമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനൊരു അങ്ങനൊരു ജീവിച്ചിരുന്ന ഒരാളെ പരാമർശിക്കാതെ ഒരിക്കലും ഈ സിനിമ മുന്നോട്ട് പോകില്ല. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിൻ്റെ തിരക്കഥ എഴുതിയ നമ്മളെ ഡയറക്ടർക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാവും തോന്നുന്നു അദ്ദേഹത്തിന്. നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ വാരിയകുന്നം പറഞ്ഞ കഥാപാത്രം അത് ഈ സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന പോലെ ആ വാരിയകുന്നനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ കൺസീവ് ചെയ്യണം എന്നുള്ള നിർബന്ധം പിടിച്ചിട്ട് ഈ സിനിമ കാണുന്നതിനോട് വിയോജിപ്പുണ്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ. വാരിയകുന്നൻ ഉണ്ട് ഈ സിനിമയിൽ, വാരിയകുന്നനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏത് രീതിയിൽ കാണണമെന്ന് ചാടി പിടിച്ചിട്ട് ഈ സിനിമ കാണാൻ വരരുത്, വാരിയകുന്നനെ കാണാം. പ്രൊഡ്യൂസറാണ്. കഴിഞ്ഞ ദിവസം ഉർവശി പുതിയ മൂവി നിർമ്മാണത്തിലേക്ക് കിടന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹസത്തിന് മുതിരണോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസിനോടും അതുപോലെ സിനിമ കണ്ടു പരിചയമുള്ള ആളാണല്ലോ. അപ്പൊ അവരോട് പോലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ സിനിമ നിർമ്മിക്കുന്നതിനും തുടക്കകാലത്ത് ആരെങ്കിലും സംസാരിച്ചിരുന്നോ?
നമുക്കറിയാലോ ഇതൊരു സിനിമ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പലരും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലായൊന്നുമില്ല. പിന്നെ നമുക്ക് എന്നാലും വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അനിയനും ഞാനും ഇരിക്കുന്ന ജിതേഷ് പണിക്കരും 3 കൂടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരു സിനിമ എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു, ജിതേഷ് പറഞ്ഞു. അത് തന്നെയായിരുന്നു, നമുക്കൊരു സിനിമ എടുക്കണം, കളരിക്കൽ ഫിലിംസ് എന്ന ഒരു ബാനറിൽ ഒരു സിനിമ എടുക്കണം. സിനിമ എടുക്കണം എന്ന് മാത്രമല്ല, അത് ശ്രദ്ധിക്കപ്പെടണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് എല്ലാവരും അറിയുന്ന. നമുക്കറിയാമല്ലോ, സിനിമ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു കൊമേഴ്ഷ്യൽ മൂവികളൊക്കെ എടുക്കാം, അല്ലെങ്കിൽ കോമഡി സബ്ജക്റ്റ് എടുക്കാം, മറ്റുള്ള രീതികളൊക്കെ എടുക്കാം. പല തിരക്കഥകളും വായിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു തിരക്കഥ കിട്ടിയപ്പോൾ, ഇങ്ങനൊരു കഥ കിട്ടിയപ്പോൾ, നമ്മളതിൽ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു പശ്ചാത്തലവും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്നതായിട്ടുള്ള ആ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഭീകരത, അത് മറ്റുള്ളവർക്ക് നമുക്കൊക്കെ, എനിക്ക് പോലും പറഞ്ഞ പോലെ അങ്ങനെ ചെറുപ്പത്തിലൊരു ബുദ്ധിമുട്ടുകൾ അഭിനയിക്കാൻ ആവശ്യം അങ്ങനെ വന്നിട്ടില്ല, പട്ടിണി അല്ലെങ്കിൽ അങ്ങനെ. പക്ഷേ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് ശരിക്കും ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം തന്നെ അതിലെ ഈ പട്ടിണിയും അന്നത്തെ ആളുകളുടെ ആ ഒരു എന്താ പറയുക, അതിനെ ആ പട്ടിണി മറികടക്കാൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. സിനിമ എടുക്കാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ പൂർവശി ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, കാരണം എന്തിനാണ് ഈ ഒരു സാഹസത്തിന്, അതങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഭവമാണല്ലോ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് ഇറങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിനോട് ഉത്തരം പറയാനുള്ളത് വെച്ചാൽ അതങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങളുടെ 3 ആളുടെ മനസ്സിൽ വന്നു. അത് നടപ്പിലാക്കണം എന്നുള്ള നല്ലൊരു എന്താ പറയുക, നമുക്ക് ആ നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കുറച്ച് ശക്തിയായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു ചെയ്തു. ഇനിയും എന്താ പറയുക, ഇനിയൊരു സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്, ഇല്ലായിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പേടിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കില്ല എന്നല്ല കേട്ടോ, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഇനിയും സിനിമകൾ നിർമ്മിച്ച് ഈ കളരിക്കൽ ഫിലിംസ് ഇനി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹം. നമസ്കാരം. ഇവിടെ എൻ്റെ പേര് ദേവപ്രശാന്താണ്. ഞാനൊരു 10ാം ക്ലാസ്സിലെ പ്രണയം എന്ന ഫിലിമിൻ്റെ കോ പ്രൊഡ്യൂസറിലൂടെ ആയിരുന്നു. 10ാം ക്ലാസ്സിലെ പ്രണയം 2012 വന്നു. അതുകൂടാതെ ഞാൻ മാധ്യമപ്രവർത്തനം കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫിലിം നേരിട്ടൊരു പ്രശ്നം പറഞ്ഞാൽ തിയേറ്റർ കിട്ടാതിരുന്ന പ്രശ്നമല്ല. നമ്മൾ നല്ല ഫിലിമാണെങ്കിൽ പോലും റിലീസ് ചെയ്യാൻ ആ സമയത്ത് തിയേറ്ററിൽ കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നല്ലൊരു ഫിലിമാണ്, അത് റിലീസ് ചെയ്യുന്നതിന് പ്രോബ്ലം നേരിട്ടിട്ടുണ്ടോ? ഇവിടെ എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കളരിക്കൽ ഫിലിംസ് തന്നെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള കുറച്ച് ആളുകളെ ചേർത്ത് ഈ തിയേറ്ററുകളെ നേരിട്ട് അറിയുന്ന അവരുടെ മാനേജർമാരെയൊക്കെ അറിയുന്ന കുറേ ആളുകളൊക്കെ ചേർത്തുകൊണ്ട് നമ്മളവരെ പേഴ്സണലായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു കൂട്ടായിട്ടുള്ളൊരു ശ്രമം ആയതുകൊണ്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇത്ര മതി എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് ഇത്ര തിയേറ്റർ മതി, അല്ലെങ്കിൽ ഇത്ര വലിയൊരു രൂപത്തിൽ ഞങ്ങൾ റിലീസാക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത്ര മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. എത്രത്തിലുണ്ട് ഇപ്പോൾ? എത്ര തിയേറ്ററിലുണ്ട്? നമ്മൾ 50-ലധികം ഉണ്ടാവും തിയേറ്ററുകളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ തിയേറ്റർ കിട്ടാത്തൊരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വലിയ പടങ്ങൾക്കൊക്കെ വഴിമാറി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജൂലൈ 18 എന്നുള്ള ഒരു തീയതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും അതിൻ്റെ ഇടയിൽ വലിയ പടങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ 18 എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആ ദിവസം തന്നെ റിലീസാക്കണം എന്നാണ് ആഗ്രഹം. അതായത് ഇപ്പം നമ്മൾ മലയാള സിനിമ ഏത് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും എല്ലാവരും പറയുന്നത് നമ്മൾ മലയാള സിനിമ എന്ന് കണ്ടുപിടിക്കണം, അവർ കണ്ടന്റ് ഓറിയന്റഡ്, അവർ ആക്ടിങ് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്, ഓരോ കലാകാരന്മാരെ കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ട്. അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവണത കാണാറുണ്ട്. എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളതിന് നമ്മളുടെ ആക്ടേഴ്സ് വേറെ ഭാഷയിലും പോയി അഭിനയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും അതല്ല ഞാൻ നമ്മുടെ ഇതിനകത്ത്, അതായത് തമിഴ്നാട്ടിലെ ഒരു ഇഷ്യൂ നടന്നായിരുന്നു, അതായത് മലയാളത്തിൽ പിന്നെ ഒരു ഇഷ്യൂ നടന്നോ നോക്കാറില്ലേ? ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ പോകാറില്ല, ഞാൻ അന്വേഷിക്കാറില്ല സീരിയസ്ലി. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ജെനുവിൻലി എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എന്തായിരുന്നു ഇഷ്യൂ? അതായത് അവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിനെ കൂടുതൽ വിളിക്കാതെ മറ്റേ മലയാളത്തിൽ നിന്നുള്ളവരല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ വിളിക്കുക, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോവാണ്. അപ്പൊ മലയാളത്തിലും അതേപോലെ സംഭവിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഒരു കൊളാബറേഷൻ എപ്പോഴും നമ്മൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ
നമ്മളുടെ ഗ്ലോബൽ സ്റ്റാർ ആയിട്ടുള്ള ഐശ്വര്യ റോയ് മാം ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ പടം ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നിന്നുള്ള ആക്ടേഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ലൂസിഫറിൽ കണ്ടിട്ടില്ലേ നമ്മൾ, ലൂസിഫർ അല്ല എംപുരാൻ 2 അങ്ങനെ നമ്മളൊരു കൊളാബറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഗ്ലോബലി അഭിനയിക്കുന്നുണ്ട്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജിൽ മാത്രം അഭിനയിക്കേണ്ട ആളുകളല്ല. അവിടുന്ന് ഇവിടെ വരട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്തായിരുന്നു ചോദ്യം? ഇവിടെ ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ആദ്യമേ ഒന്ന് കയറി വന്നിട്ട് മറ്റുള്ളവർ കയറി വരുമ്പോൾ നമുക്ക് ഇപ്പൊ അവസരങ്ങൾ അങ്ങനെയില്ല. അത് കുശുമ്പായി പോകില്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ? അതൊരു അസൂയപരമായിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പം ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റി കുറയുന്നുണ്ടെന്ന് തോന്നിയോണ്ടായിരിക്കും അവർ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. മേ ബി അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. എല്ലാ ഇൻഡസ്ട്രിയിലും സ്ട്രഗിൾ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ആദ്യമൊക്കെ നമുക്ക് സിനിമയിൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ എന്താ പറയുക, പണം കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് വില്ലിംഗ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലെ. ഇപ്പം ലിസ്റ്റിൻ ചേട്ടനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പുതിയ പ്രൊഡ്യൂസേഴ്സ്, മാർക്കോൻ്റെയൊക്കെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആദ്യത്തെ പടമല്ലേ മാർക്കോ. അപ്പം വലിയ വലിയ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നോളും. OTT പ്ലാറ്റ്ഫോംസ് വന്നു, സീരീസ് വന്നു, യൂട്യൂബ് ചാനലിൽ സീരീസ് വരുന്നു, ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവിടുന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവിടെ പോയി വർക്ക് ചെയ്തിട്ട് ഇപ്പം ഫഹദിക്കൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര അഭിമാനമല്ലേ. അവിടെ പോയി നമ്മുടെ ഇവിടെ ഉള്ള അത്ര തന്നെ വാല്യൂ തമിഴിലും ഉണ്ട്. പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ മാത്രം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പ്രശ്നം മാത്രമേ തോന്നുള്ളൂ അല്ല. നമ്മളതിനെ വേറെ രീതിയിൽ, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യത്തിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചിലപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതിനെ എടുക്കുന്നത്, ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ചേട്ടൻ എടുക്കുന്നത്. അപ്പം ഡിഫറൻസ് ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവാണ്. മലയാള സിനിമയിൽ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? എന്റെ പേര് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് മറീനയ്ക്ക് ശരിക്കും എൻ്റെ പേര് മറീന എന്നാണ്. മെറീന എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ 10 വർഷമായി സിനിമയില്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വൈശു? എന്ത് തോന്നുന്നു? താങ്കൾക്ക് എന്ത് തോന്നുന്നു? 10 വർഷമായിട്ട് ഞാനൊരു ജോലിയിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നായികയായിട്ട് കൂടുതൽ സ്വീകാര്യത കുറവുണ്ടോ? ഇല്ല, ഞാൻ നായികയായിട്ട് തന്നെ അഭിനയിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നായികയായിട്ട് കിട്ടുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ബോണസാണ്, ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ആദ്യ സിനിമ എന്ന് ഞാൻ പറയില്ല, ഞാൻ എൻ്റെ തുടക്കകാലത്ത് അഭിനയിച്ച എബി എന്ന് പറഞ്ഞ സിനിമ വലിയ ക്യാൻവസ് ചിത്രമാണ്. അതിൽ നായികയായിട്ട് വിനീത് ശ്രീനിവാസിൻ്റെ നായികയായിട്ട് വരുന്ന ഇൻ്റർവ്യൂകൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എനിക്ക് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യാനും കുഴപ്പമില്ല, എനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മതി. മാത്രമല്ല അതിപ്പോൾ ചെറിയ റോളാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുന്നത് മുരളി ചേട്ടൻ, തിലകൻ ചേട്ടൻ, ജഗതി ചേട്ടനൊക്കെയാണ്. കാരണം അവരുടെ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ട് അഭിനയിക്കുമ്പോൾ ഉള്ളത്, മാനറിസംസ് ഉണ്ട്. ഓരോ സിനിമയിലും ഓരോ പോലെയാണ് അവർ. നെടുമുടി വേണു പുള്ളി. അപ്പം അവരൊക്കെയാണ് എൻ്റെ ഹീറോസ് എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതേപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടിയാൽ മതി. അതാകുമ്പോൾ എല്ലാ സിനിമയിലും അഭിനയിക്കാനും പറ്റും. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും ആയിരിക്കും. ഇപ്പോൾ ഇതിലെ പോലെ കുഞ്ഞാത്തു ആണെങ്കിൽ കൂടുതലുള്ള നിഹ എന്ന് പറയുന്ന ക്യാരക്ടർ രണ്ടും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ പ്രൊമോഷൻസിന് വന്നാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എപ്പോഴും ഞാൻ നായിക തന്നെ ആവുള്ളൂ, അല്ലെങ്കിൽ നായിക കഥാപാത്രങ്ങൾ മതിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്നെ എയറിലേക്ക് വിടുന്നതുകൊണ്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കണ്ണൂർ ഭാഷ, മലബാർ ഭാഷ, അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ചില വാക്കുകൾ അല്ലേ. പക്ഷേ ഞാനൊരു മലബാർ ഏരിയ എന്ന് വരുന്ന ഒരാളായതുകൊണ്ട് കോഴിക്കോട് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഞാനവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഭാഷ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് ലക്ഷ്മിയാണ്, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അല്ലെ, നോർമലി സംസാരിക്കുമ്പോൾ ആ ഭാഷ വരുന്നില്ല. അപ്പൊ സിനിമയിൽ അത് കൂടുതലായിട്ട് കൈകാര്യം അതേ ടോൺ പിടിച്ച് തന്നെ പോകണമല്ലോ. ഇതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ എൻ്റെ ഒത്തൻറ്റിക് സാധനം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് കുറേ കാലമായിട്ട് ഈ കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ പല പല നാടുകളിൽ നിന്നുള്ള ആളുകൾ വന്നു ചേരുന്ന സ്ഥലമാണല്ലോ.
അപ്പം ആളുകളോട് സംസാരിക്കാൻ നമ്മളൊരു മീറ്റർ വിട്ട് ഒരു രീതി അങ്ങ് പിടിക്കും എല്ലാവർക്കും, അതായത് യൂണിവേഴ്സൽ ലാംഗ്വേജ് പോലെ. അങ്ങനെ സംസാരിച്ച് ആളുകൾക്ക് ഞാൻ എവിടുന്നാണ്, എൻ്റെ നാട് ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക്, ഇപ്പോൾ ചിലർ കോട്ടയം പറയും, പാലക്കാട് പറയും, തൃശ്ശൂർ പറയും, പക്ഷെ കോഴിക്കോട് നിന്ന് ചോദിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ കോൺവെന്റ് സ്കൂളിൽ കൂടിയാണ് പഠിച്ചത്. അതിൻ്റെ ഒരു ഗുണം ചില കാര്യങ്ങൾ എനിക്കുണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ചില എന്താ പറയുക ശൈലികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ശ്രീദേവേട്ടൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ കറക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഡബ്ബിങ്ങിൽ പിടിച്ചു അല്ലേ, ഡബ്ബിങ്ങിൽ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ആ ഭാഷ കറക്റ്റ് ഇപ്പൊ സ്വന്തം ഭാഷ കോഴിക്കോട് ഇന്ന സ്ഥലത്ത് നിന്നാണ്, അവിടുത്തെ തനി ഭാഷ വന്നിട്ടില്ല എന്ന് പറയാമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടു പേർക്ക് പറയാമോ ആ ഭാഷയില്? അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പൊ നിങ്ങള് ഓന് ഓല് ഓള് എന്നൊക്കെ പറയുന്ന സാധനം മൊളിയാറ് എന്ന് പറഞ്ഞാൽ മുളക് ചാറ്, മൊളിയാറ്, മീൻകൂട്ടി കഴിച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എനിക്കൊന്ന് കൂടുതലും അങ്ങനെ കോഴിക്കോടുള്ള ആൾക്കാരോട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോഴായിരിക്കും എനിക്ക് അങ്ങോട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആവുക. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. സിനിമ എന്തായാലും ജൂലൈ 18 ഇറങ്ങുവാണ്. പ്രേക്ഷകരുണ്ടാവും. എന്താണ് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയുന്നത്? ഇതൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമ. ഞാൻ പറഞ്ഞതിലൊരു 70 to 80% ഫിക്ഷൻ എന്നുള്ള രീതിയിൽ ഉള്ളൊരു സിനിമയാണ്. നമ്മൾ പീരിയഡ് സിനിമ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പീരിയഡ് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ചെയ്തൊരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മനോജേട്ടൻ മാത്രമല്ല, ഇതിൽ നിന്ന് എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ജോയൽ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. ജോയലിൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ബന്ധങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുള്ള സിനിമയാണ്. അതിലുപരി വളരെ ഇമ്പോർട്ടൻറ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും, ഈ പട്ടിണി, നേരത്തെ സാർ പറഞ്ഞില്ലേ, പട്ടിണിയെ നമ്മളെങ്ങനെ ഫേസ് ടു ഫേസ് അതെങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കൊളാബറേഷനാണ്. ശ്രീദേവേട്ടൻ്റെ ഹാർഡ് വർക്കാണ്. ഇവരുടെ ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് നമ്മൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ സിനിമ കാണുന്നു? അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ കാണണം. നിങ്ങൾ കണ്ടിട്ട് വേണം മറ്റുള്ള ആളുകളെ അറിയിക്കാൻ. നിങ്ങളുടെ അടുത്താണ് ആദ്യമായി ഞങ്ങൾ ഈ സിനിമയെ പറ്റിയിട്ട് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയാം, ഈ ഒരു വിശേഷിച്ച ഒരു സിനിമയിൽ പറഞ്ഞു എന്താണ് ഉള്ളത് എന്ന് അറിയണമല്ലോ എന്ന് പറയുന്നില്ല, കത്തിൽ എന്താണ് ഉള്ളത് എന്ന് അറിയണം എന്നുള്ള പോലെ ഈ സിനിമയിൽ എന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ സിനിമ ഒരു തവണയെങ്കിലും കാണണം. നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വിളമ്പി ആളുകൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുക, തുറന്നിരുന്ന് കഴിക്കുക സമാധാനമായിട്ട്, എന്നിട്ട് റിവ്യൂ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഇവിടെ വന്നതിനും സഹകരിച്ചതിനും. പഴയകാല സിനിമയാണെന്ന് പറയുന്നു, അതില് പ്രണയമുണ്ടെന്ന് പറയുന്നു. ഇത് പക്ഷെ പേര് ജഗളാന്നാണ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഏത് കാലത്താണ് പ്രണയം ഇല്ലാതിരുന്നത്? ആദിമ മനുഷ്യന്റെ കാലം മുതലേ പ്രണയമുണ്ട്. പ്രണയമില്ലാതെ പ്രപഞ്ചമില്ലല്ലോ. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. യെസ്, ഞാൻ കോഴിക്കോടുകാരി. കരിപ്പൂര്, മലപ്പുറം. പിന്നെ ഉണ്ടോന്ന് എന്ത് ചോദ്യം? ഇപ്പോഴും ഉണ്ട്. അത് എന്ത് ഒരു കാമുകനെയാണോ പ്രണയിക്കുന്നത്? നമുക്ക് എല്ലാത്തിനെയും പ്രണയിച്ചൂടെ? എല്ലാത്തിനെയും പ്രണയിക്കാം. ഞാൻ ചെയ്യുന്ന വേഷത്തെ പ്രണയിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ച അതിനെ പ്രണയിക്കുന്നു, ഞാൻ യോഗ ടീച്ചറാണ്, യോഗയെ പ്രണയിക്കുന്നു, പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു, നല്ല സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു. അത് ചിലരോട് നമുക്ക് പ്രണയം തോന്നാം അല്ലേ? സ്ത്രീ ആ സ്വാഭാവികം അല്ലേ? പിന്നെ തോന്നി അതെ. കുറച്ചു നേരം നിങ്ങളിരുന്ന നിങ്ങൾ ആരോടേലും ഞങ്ങൾക്ക് ആ പ്രണയം തോന്നിയെന്ന് പറയല്ല. പിന്നെ അത്രേ ഉള്ളൂ. നൈമിഷികമാകാം, ചിലപ്പം നീണ്ടുപോയേക്കാം, സ്വാഭാവികം, അത്രേ ഉള്ളൂ. മാപ്പിള ലഹളക്കാലത്ത് നടന്ന സംഭവവികാസങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രീയും നമ്മുടെ പ്രൊഡ്യൂസറും ശ്രമിച്ചിട്ടുണ്ട്. മാപ്പിള ലഹളയെ പ്രത്യക്ഷത്തിൽ ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും പരോക്ഷമായി സിനിമയെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലൂടെ ഇതിലൊരു വലിയൊരു റിസ്ക് എന്താണെന്നറിയോ? ഒരു കരണ്ട്, ഒരു വള്ളി, ഒരു വയറിങ് എവിടെയും കണ്ടിട്ടുണ്ട്. അവിടെ കിടന്ന് സ്ത്രീ കാണിക്കുന്ന ബഹളം. അപ്പോൾ
പെർഫെക്ഷനിസ്റ്റായ ഒരു ഡയറക്ടർ എന്നെ കൊണ്ട് ആ ഒരു സീന് എനിക്കൊരു ഒരു പേജ് ഡയലോഗ് ഉണ്ട്, ഒറ്റയടിക്ക് പറയണം. ഞാൻ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം മുസ്ലിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ മാക്സിമം ആ ടോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി എനിക്ക് ടോൺ എളുപ്പമാണ്. നമ്മുടെ നാടും നമ്മുടെ ഭാഷയും ഒക്കെ അത് തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് റിസ്ക് എടുത്തു. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് സിനിമയിൽ. കണ്ടവരൊക്കെ വളരെ നന്നായിട്ടുണ്ട്, ഖദീജ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, സിനിമ എല്ലാവരിലും എത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീയുടെ രണ്ടാമത്തെ മൂവിയാണ് അത്. 2 പടത്തിലും ശ്രീ കുറേ കാലം അസോസിയേറ്റ് ആയിരുന്നപ്പോഴും ഞാൻ 5-6 പടം ചെയ്തിട്ടുണ്ട്. ഒരു 150 സിനിമയൊക്കെ കഴിഞ്ഞിട്ടോ. നിങ്ങളൊന്നും ഇതുവരെ നമ്മളെ ഒന്നും പരിഗണിച്ചിട്ടില്ല. 2-3 സിനിമകൾ ഇറങ്ങാനുണ്ട്, കുറേ സിനിമകൾ, കുറേ വെബ് സീരീസുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകണം, കുഴപ്പമില്ല. ഇപ്പോൾ പൊതുവേ സിനിമയുടെ രീതി മാറി അല്ലേ? ഇപ്പോൾ അമ്മ ക്യാരക്ടറില്ല, ചേച്ചി ക്യാരക്ടറില്ല, അമ്മയൊക്കെ ഫോൺ വിളിച്ചവർ ഒതുക്കുന്നു. ഞങ്ങൾക്കൊന്ന് ശരിക്ക് ചാൻസുകൾ വളരെ കുറവ്. എൻ്റെ ഏജിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഒരു പണിയില്ലാതിരിക്കുന്നു. അപ്പോൾ മെല്ലെ പലരും വെബ് സീരീസിലേക്ക് മാറുന്നു. ഞാനും 2 വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഒട്ടും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കലയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് സത്യസന്ധമായി പറയാനുള്ള സ്വാതന്ത്ര്യം എക്കാലത്തും ഒരു കലാകാരനോ കലാകാരിക്കും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ അമ്മ അസോസിയേഷൻ മൊത്തം തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ഓഫീസിന് മുമ്പ് സമരം ചെയ്തു. ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ജാനകി നല്ല പേരിട്ട് നമുക്ക് സിനിമ എടുക്കണം ശ്രീ അല്ല പിന്നെ അത് അങ്ങനെ എന്തിനാണ് അങ്ങനെ ഒരു ഇത്? നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എവിടെയാണ് കലാകാരനും ഉണ്ടാവുക? എഴുത്തിലായാലും ഇപ്പം അല്ലേ, നമുക്ക് പറയാനുള്ളത് പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന അല്ലെ മാക്സിമം അവരെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്തുകാർക്ക് പോലും നിലനിൽപ്പില്ല. സിനിമയ്ക്കും ആ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണം. ഞാനും ഒരു പടം ചെയ്യും, നല്ല വിപ്ലവാത്മകമായ പടം ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അതെ തീർച്ചയായിട്ടും ഒരു വിപ്ലവമായിരിക്കും. എനിക്ക് വളരെ സന്തോഷം എല്ലാവരോടും സംസാരിക്കാനും കാണാനും കഴിഞ്ഞതിൽ. നിങ്ങൾ പടത്തെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം, കാണണം, എല്ലാവരിലും എത്തിക്കണം. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നത്, അതായത് മെറീനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇത്തരം ഒരു കഥാപാത്രത്തിലേക്ക് എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ ചോദിച്ചില്ല. ചോദിച്ചു, പക്ഷേ ഡയറക്ടറോടല്ല ചോദിച്ചത്, അത് മെറീനോടാണ് ചോദിച്ചത്. അതെ ആ ചോദ്യം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ആ ചോദ്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്തരം ഒരു കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മെറീനെ അവതരിപ്പിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു അഭിമാനത്തോട് തന്നെ എനിക്ക് അതിനെ കാണാൻ കഴിയും. കാരണം കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പലരും അത് ശരിയാവും, മെറീന അതിലേക്ക് മാച്ചാവും. കാരണം ഒട്ടും അതെ പല ജിതേഷേട്ടനൊക്കെ അതെ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് മെറീൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ശ്രീധോ അത് ശരിയാവുമെന്ന് ചോദിച്ചു, അങ്ങനെ ചോദിച്ചവരുണ്ട്. പക്ഷെ ഞാനത് ഓക്കെ, അത് ശരിയാവും എന്ന് പറയാൻ മെറീനെ വരികയും അതിലേക്കെല്ലാം അപ്പിയറൻസും കോസ്റ്റ്യൂംസും ആ കഥാപാത്രമായി മാറി. നീ പറയുന്ന പോലെ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് കുറവായിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ചും തട്ടൊക്കെ ഇട്ടിട്ടാണ് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഭയങ്കര എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് മെറീന ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. ഓക്കെ. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ മുന്നത്തെ സിനിമയിൽ മലയാളത്തിലെ എല്ലാം വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു ആ സിനിമ. ഫസ്റ്റ് സിനിമയാണെങ്കിലും സംഭവിച്ചു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് പുതിയ ടെക്നീഷ്യൻസിനെ ഞാൻ ഈ സിനിമയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്യാമറ മുതൽ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, അതുപോലെ ടൈറ്റിൽ റോളിൽ പുതിയൊരാളെ നായകനായിട്ടുള്ള മുരളി റാമിനെ കൊണ്ടുവരുന്നു, കുറേ നാടകക്കാരെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ. പുതിയ പ്രൊഡക്ഷൻ, ഒരു 3 പേരും കൂടി ഈ സിനിമയോടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. എല്ലാവരും സിനിമയെ സമീപിക്കുന്ന പോലല്ല, ഒരു ബിസിനസ് മൈൻഡോട് കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല ഈ സിനിമയെ സമീപിച്ചത്. അവരൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ, അത് നല്ല സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും
ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം. എല്ലാ സിനിമ ചെയ്യുമ്പോഴും സംവിധായകർ പറയുന്നതാണ്. അപ്പോൾ ഞാനും മെറീനൊക്കെ ചിലപ്പോൾ അടുത്ത സിനിമയിലേക്ക് പോകും. മെറീന ഓൾറെഡി പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം അടുത്ത സിനിമ സംഭവിക്കും. പക്ഷേ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സംഗതിയാണ്, ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. വലിയ സിനിമയുടെ ഇടയിൽ ഞങ്ങൾ ഈ വലിയ സിനിമ, അതായത് സബ്ജക്റ്റ് വൈസ് ഇത് വലിയ സിനിമയാണ്, എന്നാൽ ബഡ്ജറ്റ് വൈസ് ഇത് ചെറിയ സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പുതിയ ആളുകളുടെ സ്വപ്നമാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിൽ പോലും. അങ്ങനെ ഈ ജഗള എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണം. കാണാനുള്ള എല്ലാ പ്രൊമോഷൻസും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി ഇത്രയും നേരം നമ്മളോട് ഈ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളോട് എത്തിയിരുന്നു. ഓക്കെ.